വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദിവസത്തിൽ വരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നാം കേൾക്കുന്ന ദൈവവചനം നമുക്ക് ഏറ്റവും പ്രയോജനകരമായി തീരണം. കേട്ട് മറക്കുന്നവരായിട്ടല്ല, ആ കേട്ടത് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അത് പ്രയോജനമായി തീരുവാനും ഇടയാകണം. നമ്പർ 1. നമ്പർ 2, ഈ വചനം നാം മറ്റുള്ളവരെ അറിയിക്കണം. മറ്റ് ഒരു ധാർമ്മിക ഗ്രന്ഥങ്ങളും നാളെ സംഭവിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടില്ല. എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, ഇതൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം, വിശുദ്ധ വേദപുസ്തകം ഇത് ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ നമ്മൾ പഠിക്കുകയും നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യണം. ജനറലി നമുക്ക് ഈ കട്ടിയുള്ള വിഷയമൊന്നും വലുതായിട്ട് ദഹിക്കത്തില്ല. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, കട്ടിയായ ആഹാരം അവർക്ക് വേണ്ട. അവർക്ക് വേണ്ടത് എന്തൊക്കെയാ? പാല്. എപ്പോഴും ഈ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. ഈ ഹോസ്പിറ്റലില് പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ഡോക്ടർമാർ ഗ്രാമത്തിൽ എഴുതും 0, 1, 0 എന്ന് പറഞ്ഞാൽ രാവിലെ വേണ്ട, ഉച്ചക്ക് ഒരെണ്ണം, വൈകിട്ട് വേണ്ട. ഇങ്ങനെ ഒരു പ്രിസ്ക്രൈബ്ഡ് വേ ഓഫ് ഗോസ്പൽ ലേണിംഗ് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉള്ളത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു, നമുക്ക് വളരാൻ കഴിയുന്നില്ല. ഇപ്പോഴും ശൈശവത്തിലിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവചനം ശ്രദ്ധിച്ചതുപോലെ വി ആർ ബേബീസ്. നമ്മളൊരു പീഡിയാട്രിക് സ്റ്റേജിലാണ്. കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ വളരണം, അവര് യൗവനക്കാരാകണം. അത് കഴിഞ്ഞാൽ അവർ സ്നേഹിതന്മാരായി മാറും. നമ്മൾ ഏത് സ്റ്റേജിലാണ്? കുഞ്ഞുങ്ങളാണോ, ശൈശവത്തിലാണോ, അതോ ബാല്യത്തിലാണോ, കൗമാരത്തിലാണോ, അതോ പിതാവിന്റെ സ്നേഹിതന്മാരാണോ? സ്നേഹിതന്മാരോട് പിതാവ് എല്ലാം എക്സ്ചേഞ്ച് ചെയ്യും. മക്കള് പ്രായമായാൽ മാതാപിതാക്കള് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യും, മോനെ ഇത് ചെയ്യണം. അവര് ഉടനെ ഐഡിയ പറയും, ഓ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞ് പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ. ഒരു കുഞ്ഞിനോട് പറഞ്ഞാൽ ആ കുഞ്ഞിന് കമ്മ്യൂണിക്കേഷൻ കിട്ടുകയില്ല. ബാല്യത്തില് മനസ്സിലാകത്തില്ല, കളിയാ. എന്നാൽ നമ്മള് വളർന്നു കഴിയുമ്പോൾ, യൗവനം, പിന്നെ സ്നേഹിതന്മാരുടെ സ്റ്റേജിലെത്തുമ്പോൾ ദൈവം തന്റെ ആലോചന നമ്മെ അറിയിക്കും. ഇന്ന് വൈകിട്ട് ഈ ക്ലാസ്സിൽ ദൈവിക ശബ്ദങ്ങൾ ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം. ശ്രീലതനെ 1 യോഹന്നാൻ 3-ാം അധ്യായം, അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. മതി. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ആരാ? ദൈവ മക്കളാണ്. പിന്നെ അടുത്തത്, നാം എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നോട് അടുത്ത ദിവസങ്ങളിൽ പലരും ചോദിച്ച ചോദ്യമാണ്, സ്വർഗത്തിൽ ചെല്ലുമ്പോ എങ്ങനെ ആയിരിക്കും? സ്വർഗത്തില് പുള്ളിക്ക് എന്നോട് പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചു എന്തിനാ സ്വർഗത്തിൽ പോകുന്നത്? അദ്ദേഹത്തോട് ചോദിച്ചു. മറുപടി, എനിക്ക് അവിടെ ചെന്ന് എന്റെ ഭാര്യയെ കാണണം. ഭാര്യ മരിച്ചുപോയി.
എന്റെ ഭാര്യയെ കാണണം. അപ്പം എനിക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിനേക്കാൾ വലുതാണ് ആര്? എന്റെ ഭാര്യ. ചിലർ പറയും എന്റെ ഭർത്താവിനെ കാണണം. എനിക്ക് വേണ്ടി മരിച്ചുയർത്ത എന്നെ ഞാനാക്കിയ യേശുവിനേക്കാൾ വലുതൊന്നും സ്വർഗത്തിലില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ എന്താകുമെന്ന് പ്രത്യക്ഷമായിട്ടില്ല, എന്നാൽ ഒരു ഗ്യാരണ്ടി തരികയാണ്, നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം അവിടെ യോഹന്നാൻ കൊടുത്തിരിക്കുന്നത്, നാം അവനെ കാണും. 2, നാം അവനോട് സദൃശന്മാരാകും. We shall be like him. We shall be like him. അവനെ പോലായിത്തീരും. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ എളുപ്പം പിടി കിട്ടും. ഒരു മാഗ്നറ്റ് എടുത്തിട്ട് ഒരു ചെറിയ ഇരുമ്പേല് പല പ്രാവശ്യം അതൊന്ന് ആവർത്തിച്ചാൽ, അതൊന്ന് റബ്ബ് ചെയ്ത് കൊണ്ടുപോയാൽ കുറെ കഴിയുമ്പോൾ ഈ ഇരുമ്പിന് ആ മാഗ്നറ്റിക് പവർ കിട്ടും. അവനെ കാണുന്നവർ, അവനെ നോക്കുന്നവർക്ക് സ്ലോലി ദൈവം കൊടുക്കുന്നത് ഈ മാഗ്നറ്റിക് പവറാണ്. ലോകം എന്നെ അറിയാൻ വേണ്ടി ഞാന് ബൈബിള് പഠിച്ചുകൊണ്ട് പിക്ചർ എടുക്കുകയും അത് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ തേജസ് പ്രാപിച്ചു കഴിയുമ്പോൾ ഞാൻ അവനോട് അനുരൂപനായി മാറും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഈ വൈകാറായ സമയത്തും ഈ രാത്രി സമയത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവരുമാറാകട്ടെ. ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ, ആ മാഗ്നറ്റിക് പവർ നമുക്ക് ആവശ്യമുണ്ട്. ആ മാഗ്നറ്റിക് പവർ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ കഴിയും. ഇരുമ്പുകളെ നമ്മിലേക്ക് വിളിക്കാൻ നമുക്ക് കഴിയും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ദൈവവചനം പഠിക്കണം. പലപ്പോഴും യേശുവിനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന എങ്ങനാ? എന്റെ രോഗം മാറ്റുന്ന കർത്താവ്. അപ്പം യേശുവിനെ ഒരു ഡോക്ടറായി, അല്ലെങ്കിൽ എന്റെ കടഭാരം മാറ്റുന്ന ഒരു യേശു, ഒരു ബാങ്കർ, ഒരു ഫിനാൻസർ, എന്റെ കടഭാരം മാറ്റുന്ന, ഇങ്ങനെ സെഗ്മെന്റൈസ്ഡ് യേശുവിനെയാണോ നാം പ്രസന്റ് ചെയ്യുന്നത്? അതോ രാജാതിരാജാവും കർത്താവുമായി വേഗം വരാൻ പോകുന്ന യേശുവിനെയാണോ നാം പ്രസന്റ് ചെയ്യുന്നത്? സ്തോത്രം. അതുകൊണ്ട് യേശുവിനെ കുറിച്ചുള്ള ഒരാഴമായ വെളിപ്പാട് ഈ ദിവസങ്ങളിൽ നമ്മൾ വേണം. അവൻ രോഗസൗഖ്യമാക്കും, അവൻ മുടന്തനെ നാട്ടുമാറാക്കും, അവൻ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റും, അവൻ അത്ഭുതങ്ങൾ ചെയ്യും. എന്നാൽ ഇതിന്റെ ഒക്കെ അപ്പുറത്ത് യേശു രാജാതിരാജാവും കർത്താവുമായി ലോകത്തെ ഭരിപ്പാൻ വേഗം വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. 1 പത്രോസ് 3:8 മുതൽ. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. നാം അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതാകിയാൽ നാം മറ്റുള്ളവർ എന്ത് ചെയ്യണം? അവരെ അനുഗ്രഹിക്കുന്നവരാകണം. ദൈവ മക്കൾ ലോകത്തിനൊരു ലയബിലിറ്റി അല്ല. പ്രൈസ് ഗോഡ്. ലോകത്തിനൊരു ഭാരമല്ല. സ്തോത്രം. ലോത്ത് സോദോമിനൊരു ഭാരമല്ലായിരുന്നു. ലോത്ത് ഉണ്ടായിരുന്നപ്പോൾ സോദോമിൽ തീ ഇറങ്ങിയില്ല. ദൈവത്തിന്റെ പൈതലെ, അന്തിക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷനാകുന്നതിന് തടയിടുന്നത് ദൈവത്തിന്റെ സഭയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. So we are an asset to the world. ലോകത്തെ അനുഗ്രഹിക്കുന്നവർ. Do we become a matter of blessing for the world? ലോകത്തിന് നമ്മുടെ അനുഗ്രഹമാണോ?
2 പത്രോസ് 3:8 മുതൽ അടുത്ത വാക്യ ഭാഗം വായിക്കാം. 2 പത്രോസ് 3:8 മുതൽ 3:8 മുതൽ. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ മറക്കരുതാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മറക്കരുത്. നിങ്ങൾ മറക്കണ്ടാത്ത കാര്യം, അതിൽ മറക്കണ്ടാത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെ. ഇതാണ് ഇന്നത്തെ വിഷയം. ആദാമിനെ സൃഷ്ടിച്ചു. സാധാരണ നമ്മള് ക്വിസ് പ്രോഗ്രാമിൽ പറയുന്നത് പോലെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മനുഷ്യന്റെ സമയം ഏദൻ തോട്ടത്തിൽ തുടങ്ങി. അതിനെ 3 മേജർ ഭാഗമായി ഡിവൈഡ് ചെയ്തു. ആദാം മുതൽ അബ്രഹാം വരെയുള്ള സമയം റഫ്ലി ഏകദേശം 2000 വർഷം അല്ലെങ്കിൽ 2 ദിവസം. ആദാം മുതൽ അബ്രഹാം വരെ 2 ദിവസം അല്ലെങ്കിൽ ഏറെക്കുറെ 2000 വർഷം. അബ്രഹാം മുതൽ ദൈവത്തിന്റെ സഭ, ക്രിസ്തുവും ദൈവത്തിന്റെ സഭയുമായി ഒന്നിച്ചു ചേർത്ത് ആ സമയം അബ്രഹാം മുതലുള്ള സമയത്തെ നാം പഠിച്ചാൽ റഫ്ലി 2000 years അല്ലെങ്കിൽ another 2 more years. അപ്പോൾ ആദാം മുതൽ ദൈവസഭ വരെ അല്ലെങ്കിൽ ക്രിസ്തു വരെയുള്ള സമയത്തെ 4 ദിവസങ്ങളായി നമുക്ക് കാണുവാൻ കഴിയും. 4 ദിവസങ്ങൾ. അതിനുശേഷം കർത്താവിന്റെ സ്വർഗാരോഹണം മുതൽ ഇന്ന് നാം ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ ദിവസം ഈവനിങ് വരെയുള്ള സമയത്തെ ടോട്ടലി എടുത്താൽ another 2 more years are gone. അങ്ങനെ ടോട്ടൽ ആദാം മുതൽ ഇന്ന് വരെയുള്ള പീരീഡിനെ നമ്മൾ ഒന്നിച്ചു പഠിച്ചാൽ 6 ദിവസം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഏദൻ തോട്ടത്തിൽ വെച്ച് അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേലിന് കൽപ്പന കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ 6 ദിവസം ജോലി ചെയ്യണം, 7-ാം ദിവസം വിശ്രമത്തിന്റെ ദിവസമാണ്. 6 ദിവസം കൊണ്ട് നമ്മുടെ കർത്താവ് സകല പ്രവൃത്തികളും സമാപിച്ചു. 7-ാം ദിവസം അവൻ വിശ്രമിച്ചു. He had nothing more to do. ചെയ്യുവാൻ ഇനി ഒന്നും ബാക്കിയില്ല, എല്ലാം പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിച്ച കർത്താവ് 7-ാം ദിവസം വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് 7-ാം ദിവസത്തിന്റെ പടിവാതിക്കലാണ്. ഏത് നിമിഷവും 7-ാം ദിവസം തുടങ്ങും. ഇത് നാം മറന്നു പോകരുത്. അവന്റെ വിശ്രമം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവന്റെ വിശ്രമത്തിൽ, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ലാസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ്, ഈ ലാസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് നാം ചെയ്യേണ്ട കാര്യം, ഭയത്തോടു കൂടെ നമ്മുടെ രക്ഷയുടെ കാര്യങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു റീഎവാലുവേഷൻ നമുക്ക് വളരെ ആവശ്യമാണ്. ഒരു റീഎവാലുവേഷൻ എവാലുവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അഗെയിൻ ആൻഡ് അഗെയിൻ സാധാരണ സ്കൂളുകളിൽ എക്സാമിനേഷൻ പഴയ കാലത്ത് നടക്കുമ്പോൾ 5 മിനിറ്റിന് മുമ്പ് ബെല്ലടിച്ച് അല്ലെങ്കിൽ ടീച്ചർ വന്ന് പറയും, നിങ്ങളുടെ പേപ്പറെല്ലാം കുത്തിക്കെട്ട് നോക്ക്. ആ 5 മിനിറ്റ് സമയം എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ചെക്ക് ചെയ്യുവാനുള്ള ഒരു സമയമാണ് ഈ സമയം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം തന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ താമസിക്കുന്നില്ല. പരിഹാസികൾ
പരിഹാസത്തോടെ പറയുന്നത്, അവന്റെ വാഗ്ദത്തം എവിടെ? ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞവൻ എന്തുകൊണ്ട് വന്നില്ല? ഈ ചോദ്യം ചോദിക്കുമ്പോൾ സഹോദര സഹോദരി, നമുക്ക് അവരോട് പറയാനുള്ളത്, സഹോദര, നീയുടെ സ്വർഗത്തിൽ കാണണം. അതിനു വേണ്ടിയാണ് എന്റെ ദൈവം താമസിക്കുന്നത്. നിന്റെ പരിഹാസം അവസാനിപ്പിച്ച് നിന്റെ ജീവന് വേണ്ടി വില കൊടുത്തവനായ യേശുവിന്റെ അടുക്കലേക്ക് നീ മടങ്ങി വരണം. ഇതാണ് ദൈവത്തിന്റെ പരിപാടി. അതുകൊണ്ട് ദയവാനായ ദൈവം നിനക്ക് സമയം തരാൻ ഇതുവരെ നീട്ടിക്കൊണ്ടുപോയി. ഇപ്രകാരം നമുക്ക് സുവിശേഷം കൊടുക്കാൻ കഴിയുമോ? നമ്പർ 2, ഒത്തിരി കവനന്റ് ഉണ്ട്. അബ്രഹാമിക് ഏഡനിക് കവനന്റ് മുതൽ, ഏഡൻ തോട്ടത്തിലെ കവനന്റ് മുതൽ, യിരെമ്യാ പ്രവചനത്തിൽ കാണുന്ന ന്യൂ കവനന്റ് വരെ അനേക കവനന്റുകൾ വന്നു, അല്ലെങ്കിൽ ഉടമ്പടികൾ ഉണ്ടായി. ഈ ഉടമ്പടികൾ എഴുതിയത് ആരാ? 2 വ്യക്തികൾ. ഒരു ഉടമ്പടി ലീഗലി എൻഫോഴ്സിബിൾ ആകണമെങ്കിൽ, ബാങ്കിൽ ജോലി ചെയ്യുന്ന ജെയിംസ് ബ്രദറിനൊക്കെ നന്നായിട്ട് അറിയാം, അവിടെ വന്ന് ബാങ്കിൽ ഒരു ലോൺ എടുക്കണമെങ്കിൽ അവിടെ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യണം. There must be 2 parties. ഒന്ന് കൊടുക്കുന്ന പാർട്ടി, ഒന്ന് വാങ്ങുന്ന പാർട്ടി. ഈ 2 പാർട്ടികളും എഗ്രിമെന്റിൽ വരുമ്പോൾ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഫില്ലപ്പ് ചെയ്യണം. ദൈവം കണ്ടീഷൻസ് കൊടുത്തു. അബ്രഹാമിനോട് പറഞ്ഞു, ഈ സ്ഥലം ഞാൻ നിനക്ക് തരും, നിന്റെ സന്തതിക്ക് തരും, നീ എന്റെ മുമ്പിൽ നീതിയോടെ നടക്ക. സ്വർഗരാജ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നീതിയോടെ വിശുദ്ധിയോടെ നാം നടക്കണം. നമ്മുടെ കാലടികൾ നാം ശ്രദ്ധിച്ചു നോക്കണം. നാം എങ്ങനെയാണ് നടക്കുന്നത്? ഒരു ഷൂട്ട് നടക്കുന്ന കാര്യമല്ല. അവന്റെ മുമ്പിൽ പെർപാറ്റിയോ എന്ന് പറയും, ഒന്ന് നടക്കുക. മൈ ബിഹേവിയർ, മൈ ആറ്റിറ്റ്യൂഡ്, എന്റെ പെരുമാറ്റം, എന്റെ സംസാരം, എന്റെ രീതികൾ, എന്റെ പ്രവർത്തനങ്ങൾ, ഇത് ദൈവസന്നിധിയിൽ നേരോടെയാണോ? തിരുവചനം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, നിന്റെ നടപ്പിൽ നീ വിശ്വസ്തനല്ലാതെ. ലൂസിഫറിനെ കുറിച്ച് പറയുന്നത്, നീ നടപ്പിൽ നിന്നിൽ തെറ്റ് കണ്ടു. തെറ്റുകൾ ജീവിതത്തിൽ വരുമ്പോൾ നടപ്പുകളെ ക്രമീകരിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് വരാം. ഈ കവനന്റൊക്കെ ദൈവം മനുഷ്യനോട് ചെയ്തതാണ്. എന്നാൽ 2 മനുഷ്യർ തമ്മിൽ ഒരു കവനന്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. ഓർക്കുന്നുണ്ടോ? 2 മനുഷ്യർ തമ്മിൽ ചെയ്ത കവനന്റ് ആര് തമ്മിലാ? ആരെങ്കിലും ഒന്ന് പറയാമോ? ലാബാനും യാക്കോബും. ഒന്ന്. അടുത്തത് മുമ്പോട്ട് വരുമ്പോൾ ഇസ്രായേലും അന്തിക്രിസ്തുമായി. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 27-ാം വാക്യം. ഒരു കവനന്റ്. എന്താണ് കവനന്റ്? അതിനെ നമ്മൾ പ്രവചന പുസ്തകങ്ങളിൽ പഠിക്കുന്നു. We have made a covenant with death. മരണവുമായി ഞങ്ങളൊരു ഉടമ്പടി ചെയ്തു. മരണവുമായി ഞങ്ങളൊരു ഉടമ്പടി. അപ്പോൾ മനുഷ്യന്റെ ഉടമ്പടി മരണത്തിലേക്ക് നയിക്കുന്നതാണ്. നമുക്കറിയാം, ഓൾറെഡി ഓക്സ്ഫോർഡിൽ നിന്ന് വാക്സിൻ ഉണ്ടാക്കി. ആ വാക്സിൻ ചിലർക്കൊക്കെ കൊടുത്തപ്പോൾ അവർക്ക് റിയാക്ഷൻ ഉണ്ടായി. എത്ര പേർക്ക് റിയാക്ഷൻ ഉണ്ടായിടുന്നു? ഈ കവനന്റ് ഒരു റിയാക്ഷൻ ഉണ്ടാക്കുന്ന കവനന്റ് ആണ്. മരണത്തിന്റെ കണികൾ, പാതാള പാശങ്ങൾ ഈ കവനന്റ് കൊണ്ടുവരും. എന്നാൽ ഈ കവനന്റിനെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ദാനിയേലിന്റെ പ്രവചനത്തിന്റെ 70-ാം ആഴ്ചവട്ടം തുടങ്ങുന്ന ഒരു റീക്യാപ്പാണ് ഇപ്പോൾ ചെയ്യുന്നത്. പഴയതൊന്ന് ഓർപ്പിച്ചിട്ട് പുതിയ വിഷയത്തിലേക്ക്
വരുവാൻ വേണ്ടി പഴയതെന്ന് ഓർപ്പിക്കുകയാണ്. നമ്പർ 1, ഒരു കവനന്റ് അവർ ചെയ്തു. ആ കവനന്റ് ചെയ്യുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിലാണ് ഈ കവനന്റ് അന്തിക്രിസ്തു എൻഫോഴ്സ് ചെയ്യുന്നത്. അതിന് പറയുന്നത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത അല്ലെങ്കിൽ ബിംബത്തെ. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ബിംബത്തെ കൊണ്ടുവച്ചിട്ട് അവനെ ആരാധിക്കാൻ പറയും. സ്വർഗത്തിൽ ലൂസിഫർ ആഗ്രഹിച്ച ആരാധന ഭൂമിയിൽ അവന് വേണം. ഇല്ലെങ്കിൽ കയ്യേല് മുദ്ര കുത്തും. 666 മുദ്രയില്ലെങ്കിൽ വാങ്ങാനോ വിൽക്കുവാനോ കഴിയത്തില്ല. അങ്ങനെ ജനങ്ങളെ ഫോഴ്സിബിളി ആരാധിക്കുവാൻ നിർബന്ധിക്കുന്ന ഒരു കാലഘട്ടം, അന്തിക്രിസ്തുവിനെ ആരാധിക്കാൻ നിർബന്ധിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. ഈ കാലഘട്ടത്തെ നാം പ്രത്യേകം ഓർത്തിരിക്കണം. ഈ കാലഘട്ടത്തെ തടയുന്നത് ദൈവത്തിന്റെ സഭയാണ്. കാരണം സഭയുള്ളിടത്തോളം കാലം ഭൂമിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകും. ആ പ്രവർത്തനം ഉള്ളിടത്തോളം കാലം അത് തടയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അതിശീഘ്രത്തിൽ ചില ദിവസങ്ങൾക്കുള്ളിൽ, ചില മിനിറ്റുകൾക്കുള്ളിൽ, ചില മണിക്കൂറുകൾക്കുള്ളിൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ. അന്തിക്രിസ്തു അവന്റെ ശക്തിയോടുകൂടെ പ്രത്യക്ഷപ്പെടും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയും ഞാന് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഭാഗം പറഞ്ഞു, ആ ഭാഗത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. ദാനിയേൽ പ്രവചനം 12-ന്റെ 11-12. 1335 ദിവസത്തോളം കാത്തു ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. 1335 ദിവസം. വേദപുസ്തകത്തിലെ ഒരു കണക്കും തെറ്റായ കണക്കല്ല. വേദപുസ്തകത്തിലെ എല്ലാ കണക്കുകൾക്കും അർത്ഥമുണ്ട്. അതുകൊണ്ട് ഈ 1335 ദിവസത്തിനും ഒരു ഡീപ്പ് പ്രോഫറ്റിക് മീനിങ് ഉണ്ട്. നമുക്കറിയാം. ഞാൻ ചില ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് ആർക്കെങ്കിലും മറുപടി പറയാമെങ്കിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ മഹോപദ്രവകാലം ടോട്ടൽ എത്ര വർഷം, എത്ര കാലമാണ്? 3.5 വർഷം. മഹോദരകാലം 3.5 വർഷം. അടുത്ത 3.5 വർഷം ഓൺലി എ ബിഗിനിങ്, ഈറ്റ് നോവിന്റെ ആരംഭം. അതിനെ ആദ്യത്തെ 3.5 വർഷം. അടുത്ത 3.5 വർഷം ടോട്ടലി 3.5 വർഷത്തിന് എത്ര ദിവസമുണ്ട്? 1260. 1042 ഗുണം 3 1260. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കണക്കും സെക്കൻഡ് പാർട്ട് ഓഫ് ട്രിബുലേഷനുമായി എത്ര ദിവസത്തിന്റെ ഗ്യാപ്പുണ്ട്? എത്ര ദിവസത്തിന്റെ ഗ്യാപ്പുണ്ട്? പേരാവളർ പെട്ടെന്ന് കുറിച്ചെടുത്തു. എത്ര ദിവസത്തിന്റെ ഗ്യാപ്പ്, എത്ര ദിവസത്തിന്റെ വ്യത്യാസമുണ്ട്? 75 ദിവസം. എന്താണ് ഈ 75 ദിവസത്തിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഈ 75 ദിവസം? നമ്മളെ തിരുവചനം വായിക്കുമ്പോൾ അർപ്പഗദോൻ യുദ്ധത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അവർ ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കുമെന്ന്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ വരുന്നില്ല, യുദ്ധങ്ങളെ കുറിച്ച് എടുക്കുമ്പോൾ എടുക്കാം. എന്നാൽ ഈ 75 ദിവസം എന്ന് പറയുന്നത് അൻ എക്സ്റ്റെൻഡഡ് പീരീഡ്. 1260 ദിവസം കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ മഹോപദ്രവത്തിന്റെ സെക്കൻഡ് പാർട്ട് കഴിയുമ്പോൾ നടക്കുന്ന ചില സംഭവങ്ങൾ. അതിൽ ഒന്നാമത്തെ സംഭവം നമ്മൾ കണ്ടു. ചെമ്മരിയാടിനെയും, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ എന്തോ ആയിക്കൊള്ളട്ടെ, ചെമ്മരിയാടിനെയും കോലാടിനെയും രണ്ടായി വേർതിരിച്ചു നിർത്തും. വലത്തുള്ളവരും ഇടത്തുള്ളവരും. ക്രിസ്തീയ സഭയ്ക്ക് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, വീണ്ടും ഒന്ന് റീക്യാപ്പ് ചെയ്യുന്നത് മാത്രം.
എന്താണ് ഈ വലത്തുള്ളവരും ഇടത്തുള്ളവരും? ഓർക്കുന്നവരാരെങ്കിലും ഒരു വാക്കിൽ പെട്ടെന്ന് പറയാമോ? എന്താണ് ഈ വലത്തുള്ളവരും ഇടത്തുള്ളവരും? ഈ വലത്തുള്ളവരും ഇടത്തുള്ളവരും പറയുമ്പോൾ ഈ വലത്തെ ഇടത്തെ ആൾക്കാര് നിൽക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? നിൽക്കുന്നത് എവിടെയാണ്? ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? ആ വാക്കാണ് എനിക്ക് വേണ്ടത്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സിൽ വരുമ്പോൾ എടുത്ത മത്തായി സുവിശേഷം 25 മത്തായി 25 ആ വാക്യം എടുത്ത് പെട്ടെന്ന് മത്തായി 25 കിട്ടിയൊരു വായിച്ചു 31 വാക്യം. 31. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. തേജസ്സിന്റെ സിംഹാസനം. അപ്പൊ ഇത് ക്രിസ്തുവിന്റെ ന്യായാസനമാണ്. പെട്ടെന്ന് പറഞ്ഞു, തന്റെ തേജസ്സിന്റെ സിംഹാസനം. എല്ലാ സിംഹാസനം തേജസ്സുണ്ട്. എന്നാൽ ഇവിടെ എന്നിട്ട് അടുത്ത വാചകം കൂടെ, സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവിടെ കൂടുന്നവരാരാ? സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്നവരാരാ? നാം എല്ലാവരും. ആരായി നാം? ദൈവവചന പ്രകാരം ജീവിച്ച് ദൈവകൽപ്പന പാലിച്ച് വിശുദ്ധിയിലും വേർപാടിലും അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലത് ചെയ്തവർ ക്രിസ്തുവിന്റെ ന്യായാസനം. അതിൽ അപ്പോസ്തലനായ പൗലോസും അവിടെ കാണും, തിമോഥെയോസ് അവിടെ കാണും, യോഹന്നാൻ അവിടെ കാണും, നിങ്ങളും ഞാനും അവിടെ കാണും. ഇത് ക്രിസ്തുവിന്റെ ന്യായാസനം. സ്തോത്രം. എന്നാൽ അടുത്ത് നടക്കേണ്ടത് തേജസ്സിന്റെ സിംഹാസനം. ജാതികളെ ന്യായം വിധിക്കുക. എന്താണ് കണ്ടീഷൻ? ജാതികളെ ന്യായം വിധിക്കുക എന്തുകൊണ്ടാണ്? ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തത്. എന്തുകൊണ്ട് ഏദോമിനെ ദൈവം ശിക്ഷിക്കും? എന്തുകൊണ്ട് മോവാബിനെ ദൈവം ഇല്ലായ്മ ചെയ്യും? എന്തുകൊണ്ട് ഏദോമിനെ ഇല്ലായ്മ ചെയ്യും? കാരണം അഭയാർത്ഥികളായി ഓടിപ്പോകുന്നവർക്ക് അപ്പവും വെള്ളവും കൊടുക്കേണ്ടതിന് പകരം അവരെ ആക്രമിക്കുവാൻ അമാലേക്കിന് കൂട്ടുനിന്നവർ ഏദോമാണ്. സ്തോത്രം. നിന്റെ സഹോദരൻ ദുഃഖിതനായിരിക്കുമ്പോൾ അവനെ പരിഹസിക്കരുത്. അവന് വേണ്ടി നല്ല കാര്യം ചെയ്യുക. ദൈവം അതിനെ മാനിക്കും. സ്തോത്രം. അപ്പൊ തേജസ്സിന്റെ സിംഹാസനം. ഇത് നടക്കേണ്ടത് മഹോപദ്രവത്തിന്റെ അവസാനം ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് നടക്കേണ്ട കാര്യം. ഓൾറൈറ്റ്, എവിടെ നടക്കുന്നു? രണ്ടാമത് അപ്പൊ ജഡ്ജ്മെന്റ് ഓഫ് ദി നേഷൻസ്, രാജ്യങ്ങളെ ന്യായം വിധിക്കും. വാക്യം തരാം. രണ്ടാമത് അന്തിക്രിസ്തു ന്യായം വിധിക്കും. അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും എന്ത് ചെയ്യും? രണ്ടാമത്തെ ന്യായവിധി ഈ എരിത തീപ്പൊയ്കയില് എടുത്ത് ഇടും. ഇത് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തേത് നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ ന്യായം വിധിക്കും. ഇസ്രായേലിന്റെ ന്യായവിധി. അവർക്ക് ന്യായവിധിയുണ്ട്. കാരണം പത്രോസ് അപ്പോസ്തലൻ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുവാൻ സമയം ആയി. ദൈവമക്കളെ, ആരെങ്കിലും വീട്ടിൽ രോഗം വന്നു, അല്ലെ ആക്സിഡന്റ് ഉണ്ടായി, മരണം വന്നു, അതല്ല ന്യായവിധി. ന്യായവിധി ദൈവഗ്രഹം. ആരാണ് ദൈവഗ്രഹം? യേശു സ്നേഹിച്ച യഹൂദൻ. അവൻ യഹൂദനായിരുന്നു. അവന്റെ ഭവനമാണ് യഹൂദന്റെ ഭവനം. ആ ഭവനം ശൂന്യവാൻ കർത്താവ് മത്തായി 23 അവസാനത്തിൽ പറയുന്ന വാക്യം ഓർമ്മയുണ്ടോ? മത്തായി 23 അവസാന വാക്യം, നിങ്ങളുടെ ഭവനം, അറിയാവുന്നവരൊക്കെ പറഞ്ഞോ, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും എന്നുവരെ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെടും എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് പറയിക്കും. എന്ത് പറയിക്കും?
നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെടും എന്ന് അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? എന്ന് പറയുവോളം. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? 39 വായിച്ചു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. അപ്പൊ ഇത് ആരെ കുറിച്ചാ പറയുന്നത്? 39 വാക്യം ആരെ കുറിച്ചാ പറയുന്നത്? ഇതാരെ കുറിച്ചാ പറയുന്നത്? യേശു തന്നെ കുറിച്ച് തന്നെ. നിങ്ങളുടെ ഭവനം ശൂന്യമായി കിടക്കും, എന്നാൽ ഒരു ദിവസം ഞാൻ അതിനെ റിസ്റ്റോർ ചെയ്യും. ഒരു ദിവസം ഞാൻ അതിനെ റിസ്റ്റോർ ചെയ്യും. നിങ്ങൾ കുത്തിയവങ്കിലേക്ക് നോക്കും. അപ്പൊ ഈ ന്യായവിധി ഇസ്രായേലിന്റെ ന്യായവിധിയാണ്. അടുത്തത് റിസറക്ഷൻ നടക്കും. നമ്മള് ഉയർപ്പെന്ന് പറയുമ്പോൾ 2 ഉയർപ്പിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കാറുണ്ട്. ഏതൊക്കെ ഉയർപ്പാ? കർത്താവിന്റെ ഉയർപ്പ് ആണ്. നമ്മള് നടക്കാൻ പോകുന്ന ഉയർപ്പ്, കർത്താവ് എഴുന്നേറ്റു. ഇനി നടക്കാൻ പോകുന്ന 2 ഉയർപ്പിനെ കുറിച്ചാണ് എക്സാക്ട്ലി. അത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഇത് ദൈവസഭയ്ക്കുള്ള വാഗ്ദത്തം. 2ാമത് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, മരിച്ചവർ ആപാലവൃദ്ധം അവന്റെ മുമ്പിൽ നിന്നു. ഇതിന് പറയുന്നത് വെള്ള സിംഹാസനം. ഒരു ചോദ്യം അനേകർ ഇപ്പോഴും ചിന്തിക്കുന്നത്, ഞങ്ങളെല്ലാം വെള്ള സിംഹാസനത്തിന് മുമ്പിൽ ചെല്ലും. കാരണം ഒരു തെറ്റായ ധാരണയുണ്ട്. വെള്ള എന്ന് പറഞ്ഞാൽ വിശുദ്ധിയാണ്. ആ സിംഹാസനം വെള്ളയാണ്. പക്ഷെ അവിടെ നിൽക്കുന്ന ഒരു വെള്ളയാണോ, വെണ്മയാണോ? ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, നീ ഏത് സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ പ്രതിഫലം പ്രാപിക്കാൻ നിൽക്കുമോ, അതോ എന്നെ വിട്ടുപോകുവേൻ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലോ? അനേകർ എന്നെ കർത്താവേ എന്ന് വിളിക്കും, എന്നാൽ ഞാൻ പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കർത്താവ് നമ്മെ അറിയുന്നുണ്ടോ? എവിടെ നാം നിൽക്കും? ഇന്ന് രാത്രി എവിടെ നമ്മെ വിളിക്കുകയാണെങ്കിൽ നാം ഏത് സിംഹാസനത്തിന് മുമ്പിലായിരിക്കും? 2 തമ്മിലുള്ള ഗ്യാപ്പ്. ഇനി അടുത്തത്, ഈ 1ാമത്തെ പുനരുത്ഥാനവും 2ാമത്തെ പുനരുത്ഥാനവും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. 1 ദിവസത്തെ ഗ്യാപ്പ്. ഒരു ദിവസം എത്ര വർഷമാ? ദൈവത്തിന് ഒരു ദിവസം എന്തോ 1000. അപ്പോൾ 1000 വർഷം കഴിയുമ്പോൾ ഇവര് എഴുന്നേൽക്കും. ഒരു ഗ്യാപ്പ്. 1ാമത്തെ പുനരുത്ഥാനവും 2ാമത്തെ പുനരുത്ഥാനവും. ഇതിനിടയ്ക്ക് ചില പുനരുത്ഥാനങ്ങൾ നടക്കും. അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന 1ാമത്തെ പുനരുത്ഥാനം ഏലിയാവും മോശം നമുക്ക് പഠിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവരെ കൊല്ലും. അവരുടെ ശവം യെരൂശലേമിന്റെ തെരുവീഥികളിൽ കിടക്കും. ലോകം മുഴുവൻ കാണും. പെട്ടെന്ന് ഇവിടെ കയറി വരുമെന്നുള്ള ശബ്ദം അവർ കേൾക്കും. അവർ രൂപാന്തരം പ്രാപിച്ച് പോകും. ആ ഒരു ഉയർപ്പ് ഉണ്ടാകും. അടുത്ത ഉയർപ്പ്, ക്രിസ്തുവിന് വേണ്ടി മാർട്ടിയേഴ്സ് അല്ലെങ്കിൽ രക്തസാക്ഷികളായവർ അവർ മുൻപന്തിയിൽ പോകും. അത് അവർ എഴുന്നേൽക്കും. അടുത്തത് പഴയ നിയമവിശുദ്ധന്മാർ, അവര് ഇവരുടെ കൂടെ ചെല്ലും. 45-ാം സങ്കീർത്തനം, നിന്റെ തോഴിമാര്, അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാ മതി. പഴയ നിയമവിശുദ്ധന്മാർ അവർ എത്തിച്ചേരും. ഇങ്ങനെ ചെറിയ തന്നിട്ട് ഫൈനലി ഇസ്രായേൽ ഒരു ജാതി മുഴുവൻ ഒന്നിച്ച് രക്ഷിക്കപ്പെടും. അപ്പോൾ ഈ ടൈം എന്ന് പറയുന്നത്, ഈ ആക്ടിവിറ്റീസ്, ഈ കാര്യങ്ങള്, ഈ ന്യായവിധികൾ നടക്കുന്നത്
ദൈവത്തിന്റെ വചനപ്രകാരം ട്രിബുലേഷന്റെ അവസാനത്തിൽ ക്രിസ്തു തന്റെ സിംഹാസനത്തിൽ വന്ന്, അപ്പോൾ ഈ ക്രിസ്തു സിംഹാസനത്തിൽ വരുമ്പോൾ അവൻ ഓൾറെഡി രാജ്യത്വം പ്രാപിച്ചു കഴിഞ്ഞു. സിംഹാസനത്തിൽ ഇരിപ്പാൻ അവൻ യോഗ്യത പ്രാപിച്ചു കഴിഞ്ഞു. സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അവൻ ന്യായം വിധിക്കും. ഈ പീരീഡ് 75 days പീരീഡായി വേദശാസ്ത്രികൾ അനുമാനിക്കുന്നു. വാക്യങ്ങളില്ലെങ്കിലും ഈ ഉയർപ്പിനെ കുറിച്ചുള്ള വാക്യങ്ങളുണ്ട്, വെള്ളസിംഹാസനത്തെ കുറിച്ചുള്ള വാക്യങ്ങളുണ്ട്. ഈ വാക്യങ്ങൾ ചേർത്ത് പഠിച്ചാൽ ഈ 75 വർഷം എന്ന് പറയുന്നത് ഒരു വൈൻഡിങ് അപ്പ് ഓപ്പറേഷൻ, ഒരു വൈൻഡിങ് അപ്പ്, എല്ലാറ്റിനെയും സമാപ്തി. പിശാചിനിട്ടു, പിശാചിനെ അധോമുഖം തുറന്ന് പുറത്തു വിട്ടു. അവൻ യുദ്ധത്തിൽ പുറപ്പെട്ടു, സകല ജാതികളെ കൂട്ടിവരുത്തി, അവനെയും തന്റെ വായ കൊണ്ട് നിഗ്രഹിച്ചു. ഇത് കഴിഞ്ഞ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം തുടങ്ങും. അപ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം, ഈ 75 ദിവസത്തിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ല, വെറുതെ കൊടുത്തല്ല. ഒരു ദിവസം കർത്താവ് സഹായിച്ചാൽ മത്തായി എബ്രായർ 15-14 അധ്യായത്തിൽ നിന്ന് ഞാൻ 318 ബാല്യക്കാരുടെ കാര്യം കൂടെ ഒരു ദിവസം എടുക്കാം. അപ്പോൾ നമുക്ക് വേദപുസ്തകത്തിലെ ചില കണക്കുകളിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ ഈ ന്യായവിധി ദൈവം ചെയ്യും. ഇതിന് ശേഷം മാത്രമേ ഈ വൈൻഡിങ് അപ്പ് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷമുള്ള സമയത്തിന്, അല്ലെങ്കിൽ യുദ്ധങ്ങളെല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു, യുദ്ധങ്ങൾ തീർന്നു കഴിഞ്ഞു. ഒടുക്കത്തെ ശത്രുവായി ആരാ? ഒടുക്കത്തെ ശത്രു ആരാ? ഒടുക്കത്തെ ശത്രു മരണം. അവൻ പിശാചും സാധാരണമായ പിശാചിനെ നശിപ്പിച്ചു. ഒടുക്കത്തെ ശത്രുവായ മരണത്തെ തീപ്പൊയ്കയിലിട്ടു. ഇതെല്ലാം കഴിഞ്ഞു. ഇനി 5-ാം വാക്യം 20-5, മരിച്ചവന് ശേഷമുള്ള 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. 1000 ആണ്ട്. അപ്പം ഒന്നാമത്തെ പുനരുത്ഥാനവും രണ്ടാമത്തെ പുനരുത്ഥാനവും തമ്മിലുള്ള ടൈം ഗ്യാപ്പ് 1000 വർഷം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ വൈൻഡിങ് അപ്പ് ഓർ ക്ലീനിങ് ഓപ്പറേഷന്റെ പീരീഡായി വേദശാസ്ത്രികൾ ഈ 75 ദിവസത്തെ കാണുന്നു. അതങ്ങനെ തന്നെ ഞാനും വിശ്വസിക്കുന്നു, നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഇതിനു ശേഷം ഭൂമിയിൽ ദൈവത്തിന്റെ ആ ഗോൾഡൻ ഏജ്, ഒരു ഡെമോൺസ്ട്രേഷൻ, വരാൻ പോകുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എങ്ങനെയായിരിക്കും ഇത് കാണിക്കുന്ന 1-2 വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഖറിയ പ്രവചനം 14-9 വാക്യം. ഇനി സഖറിയ പ്രവചനത്തിലേക്ക് വരാം. സഖറിയ പ്രവചനം 14-9. യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാൾ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. അവൻ സർവഭൂമിക്കും രാജാവാകും. ട്രംപൊക്കെ അങ്ങ് പോകും, പുച്ചിനങ്ങ് പോകും, ചൈന പോകും, എല്ലാരും പോകും. ഒറ്റ രാജാവ്, ഏക രാജാവ്. ആ രാജാവിന്റെ പ്രജകളായി, ആ രാജാവിന്റെ മഹാറാണിയായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിനായി നമ്മൾ എത്ര സ്തോത്രം ചെയ്യണം. അന്നാണ് യഹോവ ഏകനും അവന്റെ നാമം ഏകവും ആയിരിക്കും. സ്തോത്രം, സ്തോത്രം. 2 ശമൂവേൽ 7-ാം അധ്യായം. വേറൊരാള് യിരെമ്യാ പ്രവചനം 30-9. യിരെമ്യാ 30-9. അവർ തങ്ങളുടെ ദൈവമായ യഹോവയെയും ഞാൻ അവർക്ക് എഴുന്നേൽപ്പിക്കാനുള്ള രാജാവായ ദാവീദിനെയും സേവിക്കും. ദാവീദ് ഒരു കൂട്ടർ പഠിപ്പിക്കുന്നുണ്ട്, ദാവീദ് രാജാവായിട്ട് റിസെക്ട് ചെയ്യുന്ന അല്ല, ദാവീദ് പുത്രൻ. അവൻ തന്റെ പിതാവായ ദാവീദിന്റെ, പറഞ്ഞു, അവൻ തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അവന്റെ രാജത്വത്തിന് അന്തം ഉണ്ടാകുകയില്ല. അവിടെ ഇരിക്കുമ്പോൾ അവർ ദാവീദിനെ ഓർക്കും. സ്തോത്രം. എസെക്കിയേൽ 34-23-24. എസെക്കിയേൽ 34-23-24. എസെക്കിയേൽ പ്രവചനം. അവയെ മേയിക്കേണ്ടതിനെ ഞാൻ ഒരേ ഇടയനെ
അവയ്ക്കായി നിയമിക്കും. എന്റെ ദാസനായ ദാവീദിനെ തന്നെ. അവൻ അവയെ മേയിച്ച് അവയ്ക്ക് ഇടയനായിരിക്കും. ഈ ഇടയൻ ആരാണ്? അങ്ങനെ യഹോവയായി ഞാൻ അവർക്ക് ദൈവവും എന്റെ ദാസനായ ദാവീദ് അവരുടെ മധ്യേ പ്രഭുവുമായിരിക്കും. യഹോവയായി ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. യഹോവയായ ദൈവം അരുളി ചെയ്ത കാര്യം. ഇനി താഴോട്ട് നമുക്ക് വരാം. ഈ കിങ്ഡം എങ്ങനത്തെ ആയിരിക്കും? ദാനിയേൽ 2:35. ദാനിയേൽ ദൈവത്തിന്റെ രാജ്യത്വം എങ്ങനത്തെ ആയിരിക്കും? ദാനിയേൽ 2:35. ഇരുമ്പും കളിമണ്ണും, മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തെ കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തകാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. ഭൂമിയിലൊക്കെയും നിറഞ്ഞു. അവന്റെ രാജ്യത്വം നിറയും. സ്തോത്രം. അത് ഇന്ത്യയിൽ നിറയും, ചൈനയിൽ നിറയും, അത് നോർത്ത് കൊറിയയിൽ നിറയും. ലോകമൊട്ടാകെ ബിംബത്തെ അടിച്ച കല്ല്. ഈ കല്ല് ഏതാണ്? ഞാൻ പാറമേൽ എന്റെ സഭയെ പണിയും. എന്റെ പാറയായ ക്രിസ്തു വാഴ്ത്തപ്പെട്ടവൻ, അവൻ എന്റെ പാറ. സ്തോത്രം. ആ പാറ വേറെ ആരുമല്ല, നമ്മെ അനുഗമിക്കുന്ന പാറ, വെള്ളം തരുന്ന പാറ, തേൻ തരുന്ന പാറ, തീക്കൽ പാറ, യാഗത്തിന്റെ പാറ, എന്റെ പാറ. അവൻ ഭൂമിയെ നിറയ്ക്കുന്ന രാജാതിരാജാവും കർത്താവുമാണ്. സ്തോത്രം. എന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ മില്ലേനിയൽ കിങ്ഡം, ഈ 1000 ആണ്ട് വാഴ്ച അതെങ്ങനത്തെ ആയിരിക്കും? കുഞ്ഞ് അടലിയുമായി കളിക്കും, സിംഹത്തിന്റെ പൊത്തിൽ കൈയിടും. ഒരു ദോഷവും വരികയില്ല. ഒരു ദോഷവുമില്ലാത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടം വരാൻ പോവുകയാണ്. അന്ന് ക്രിസ്തുവിനോട് കൂടെ അവന്റെ മണവാട്ടിയായി നാമും ഭൂമിയിലേക്ക് ഇറങ്ങി വരും. സഹോദര സഹോദരി, കർത്താവ് രാജാവായി ഭൂമിയിലേക്ക് ഭരണം ചെയ്യുവാൻ വരുമ്പോൾ, സഹോദരി നീ അവിടെ കാണുമോ? സഹോദര നീ അവിടെ കാണുമോ? നമുക്കൊന്ന് സ്വയശോധന ചെയ്യാം. അവൻ വേഗം വരും. ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അവൻ ഭൂമിയെ നേരോടും നീതിയോടും കൂടെ വിധിപ്പാൻ നമ്മുടെ കർത്താവ് വരുന്നു. ഇനി അവൻ മൗനമായിരിക്കില്ല. 50-ാം സങ്കീർത്തനം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. 50-ാം സങ്കീർത്തനം അതിന്റെ 1, 2, 3 പെട്ടെന്ന്. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു. മൗനമായിരിക്കയില്ല. അവരിനി മൗനമായിരിക്കില്ല. ആസാഫ് നിലവിളിച്ചു പറഞ്ഞു, എന്റെ ദൈവമേ മൗനമായിരിക്കരുതേ. ഇനി അവൻ മൗനമായിരിക്കില്ല. നിന്റെ പ്രശ്നം കണ്ട്, നിന്റെ രോഗം കണ്ട്, നിന്റെ കഷ്ടത കണ്ട് എന്റെ ദൈവം ഇനി മൗനമായിരിക്കുകയില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഇരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? എന്റെ ദൈവം മൗനമായിരിക്കുകയില്ല. അടുത്ത വാക്കുകൾ. അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു. അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. അവൻ മേലിൽ നിന്ന് ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവിക്കുക എന്ന് പറഞ്ഞവൻ ആകാശത്തെയും ഭൂമിയെയും സാക്ഷ്യത്തിന് വിളിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ സാക്ഷ്യം പറയുമ്പോൾ ആ ന്യായവിധി സമയത്ത് ക്രിസ്തുവിനോട് കൂടെ നിങ്ങളും ഞാനും കാണും. സ്തോത്രം. പോസിബിളി ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ജഡ്ജസ് എന്താകുമെന്ന് അറിയത്തില്ല. എന്നാൽ അവനെ പോലെ ആകും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, താൻ ഇരിക്കുമ്പോൾ, അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആ തേജസ് എനിക്ക് കിട്ടും. അവൻ നീതിയുടെ സിംഹാസനത്തിൽ ഇരുന്നാൽ ആ നീതി എനിക്ക് കിട്ടും. സ്തോത്രം. ഇതെത്ര പേര്
ദൈവസന്നിധിയിൽ ദൈവിക തേജസ്സിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ തേജസ് എനിക്കൊന്ന് കാണണം. മോശ കാണാൻ ആഗ്രഹിച്ചു, എന്നാൽ മോശയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ പത്രോസിന് പറയാനുള്ളത്, ഞങ്ങൾ അവന്റെ തേജസ് കണ്ട സാക്ഷികൾ, അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. എത്ര പേർക്ക് ഈ വൈകിട്ട് ഒന്ന് പറയാൻ കഴിയും, ഞങ്ങൾ അവന്റെ മഹിമ കണ്ടു. മഹിമ കണ്ടവർ, ആ മഹിമ പ്രാപിച്ചവർ, ആ മഹിമയിൽ ജീവിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അല്പനേരം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ മഹിമയുടെ ദൈവം തന്റെ മഹിമ നമ്മുടെ മേലെ ഇറക്കട്ടെ. എല്ലാ തരങ്ങളും ഒന്ന് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആ മഹിമ, ദൈവത്തിന്റെ മഹിമ, ആ മഹത്വം ഒന്ന് ഇറങ്ങട്ടെ. മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ, മഹിമയോടെ വാനമേഘത്തിൽ ദേശം തീരുനാം നിത്യം വസിപ്പാൻ വസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. ദേശം തീരുനാം നിത്യം വസിപ്പാൻ വസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ, മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള. ഇന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ഇന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ദുഷികളെല്ലാം തീരാൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ, മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള. പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി. പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി. തേജസ്സോടെ നാം കാണാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ, മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള. കാന്തനുമായി വാസം ചെയ്യുവാൻ കാലം സമീപമായി പ്രിയരേ. കാന്തനുമായി വാസം ചെയ്യുവാൻ കാലം സമീപമായി പ്രിയരേ. കാലം സമീപമായി പ്രിയരേ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള